ചോദ്യപേപ്പർ ചോർച്ചയിൽ MS സൊല്യൂഷൻ CEO ഷുഹൈബ് കീഴടങ്ങി. ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെയാണ് കോഴിക്കോട് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ കീഴടങ്ങിയത്. സജീവ് സി വാര്യരുണ്ട് വിവരങ്ങളുമായി. സജീവ്, ഇയാളെ ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണോ? എന്താണ് കൂടുതൽ വിവരങ്ങൾ? മഞ്ജുഷ്, ഇന്നലെ നാലാം പ്രതിയായ നാസറിനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ തന്നെയാണ് ഇന്ന് ഹൈക്കോടതി ഇയാളുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുകയും ജാമ്യം അപേക്ഷ തള്ളുകയും ചെയ്തത്. ഇതേ തുടർന്ന് ഇയാൾ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ കീഴടങ്ങുകയായിരുന്നു. കേസിലെ ഒന്നാം പ്രതിയാണ് ഷുഹൈബ്. ഷുഹൈബിന്റെ MS സൊല്യൂഷൻസ് എന്ന സ്ഥാപനത്തിന്റെ പേരിലുള്ള യൂട്യൂബ് ചാനലിലാണ് ചോദ്യപേപ്പറുകൾ ചോർത്തി നൽകിയത്. ഇതിനെ തുടർന്ന് ഇയാളുടെ യൂട്യൂബ് ചാനലിന്റെ വരുമാനം വലിയ തോതിൽ വർദ്ധിച്ചു എന്നാണ് കേസ്. ഈ ചോദ്യപേപ്പറുകൾ ഫോട്ടോ എടുത്ത് നൽകിയ താനാണെന്ന് ഇന്നലെ അറസ്റ്റിലായ അബ്ദുൾ നാസർ അറിയിച്ചിരുന്നു, പോലീസിനെ അറിയിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ ഇത് രണ്ടാം പ്രതിക്ക് കൈമാറുകയും രണ്ടാം പ്രതി വഴി ഷുഹൈബ് ഇത് യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുകയും ആയിരുന്നു. ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയിൽ ഇന്നലെ ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇയാളുടെ ജാമ്യം തള്ളുകയും ഇയാൾ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ കീഴടങ്ങുകയും ചെയ്തത്. ശരി, സജീവ് സി വാര്യരാണ് വിവരങ്ങൾ നൽകിയത്. ആശാ സമരത്തിന് പിന്നിൽ SUCA ആണെന്ന് മന്ത്രി R. ബിന്ദു. സിക്കിം ചെറിയ സംസ്ഥാനമാണെന്നും അതുമായി കേരളത്തെ താരതമ്യം ചെയ്യരുതെന്നുമായിരുന്നു ഓണറേറിയം വിഷയത്തിൽ R. ബിന്ദുവിന്റെ പ്രതികരണം. മന്ത്രിക്ക് മറുപടിയുമായി കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ രംഗത്ത് വന്നു. സമരം ചെയ്യുന്നത് ആശമാരുടെ അവകാശങ്ങൾ നേടിയെടുക്കാനാണ്. സമരക്കാരുടെ ആവശ്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് പകരം മറ്റു കാര്യങ്ങൾ പറഞ്ഞ് ആശമാരെ തളർത്താനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും സമരസമിതി പ്രതികരിച്ചു. ആ സമരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇതിനകം തന്നെ പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. സൂസി എന്ന് പറയുന്ന സംഘടനയാണ് ഒരു വിഭാഗം ആശാപ്രവർത്തകരെ. പണ്ട് LDFന്റെ ഇടതുമുണ്ട ഭാഗമായിരുന്നില്ലേ ബംഗാളിലൊക്കെ? അല്ല, നമ്മൾ സമരം തുടങ്ങിയപ്പോൾ തന്നെ ഇതുപോലുള്ള പല ആരോപണങ്ങളും അവർ ഉന്നയിക്കുന്നതാണ്. നമ്മൾ സ്പെസിഫിക് ആയിട്ട് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു, കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടനയാണ് സമരം നടത്തുന്നത്. ആ സംഘടന ഇവിടെ ഒരു ട്രേഡ് യൂണിയനുമായിട്ട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള സംഘടനയല്ല, സ്വതന്ത്ര സംഘടനയാണ്. ആ സംഘടനയിൽ എല്ലാ രാഷ്ട്രീയ വിശ്വാസികളും ഉണ്ട്.